യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്ന അരിയിൽ ഷുക്കൂറിനെ കൊന്ന കേസിൽ പി ജയരാജനും ടി വി രാജേഷിനും തിരിച്ചടി. കേസിലെ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള രണ്ടുപേരുടെയും വിടുതൽ ഹർജികൾ എറണാകുളം CBI കോടതി തള്ളി. ഇതോടെ രണ്ടുപേരും വിചാരണ നേരിടേണ്ടി വരും. നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടി കൈക്കൊള്ളുമെന്നാണ് പി ജയരാജൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. വിടുതൽ ഹർജിക്കെതിരെ അരിയിൽ ഷുക്കൂറിന്റെ മാതാവായ ആത്തിക്കയായിരുന്നു കോടതിയെ സമീപിച്ചത്. ഈ കേസിൽ മുസ്ലിം ലീഗ് നേരിട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടു പോകാനാണ് വിടുതൽ ഹർജികൾ നൽകിയതെന്നാണ് ഷുക്കൂറിന്റെ സഹോദരനായ ദാവൂദ് വിധിയെക്കുറിച്ച് പറഞ്ഞത്. ഈ വിധിയിൽ പ്രതീക്ഷയുണ്ടെന്നും രണ്ടുപേരെയും വിചാരണ ചെയ്ത് ശിക്ഷിക്കുവാൻ സാധിക്കുമെന്നുമാണ് അരിയിൽ ഷുക്കൂറിന്റെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ. ഇതിനെക്കുറിച്ച് പി ജയരാജൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. നിയമ പോരാട്ടം തുടരുമെന്നാണ് പി ജയരാജൻ പറഞ്ഞത്. അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ക്രിമിനൽ ഗൂഢാലോചന നടത്തി പി ജയരാജനും ടി വി രാജേഷും ചേർന്ന് മറ്റ് CPM പ്രവർത്തകരോടൊപ്പം എന്നാണ്. പി ജയരാജനും ടി വി രാജേഷിനും ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ പിന്നീട് അരിയിൽ ഷുക്കൂറിനെ കൊന്ന സ്ഥലത്തേക്ക് പോയതിന്റെ വിവരങ്ങളും കോടതിയിൽ ആത്തിക്കയുടെ അഭിഭാഷകൻ ഹാജരാക്കിയിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് CBI പ്രത്യേക കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. പി ജയരാജനും ടി വി രാജേഷും അരിയിൽ ഷുക്കൂർ വധക്കേസിൽ വിചാരണ നേരിടണം. ഇത് ഇത്തിരി നീണ്ടുപോയാലും ഇതിൽ നിയമയുദ്ധം അവസാനിക്കുന്നില്ല. അവസാനം വരെ ഷുക്കൂറിന്റെ കുടുംബവും പാർട്ടിയും ഒക്കെ ഉണ്ടാവുമെന്ന് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതുകൊണ്ട് ഈ കേസ് തീരുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അവര് ഒരു പക്ഷേ CBI കോടതി വിധിക്കെതിരെ അപ്പീലിന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകും. അപ്പൊ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും വീണ്ടും നമുക്ക് കാണാം എന്ന് മാത്രമേ ഇപ്പൊ ജയരാജനോടും അവരോടൊക്കെ പറയാനുള്ളൂ. ജയരാജൻ ഇപ്പോൾ ആ പാർട്ടി തന്നെ രാഷ്ട്രീയ വനവാസം നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടിയിൽ നിന്നും പോലും അദ്ദേഹം പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നിയമപരമായിട്ട് പരമായി കിട്ടേണ്ട അദ്ദേഹത്തിനുള്ള ശിക്ഷയാണ് കിട്ടേണ്ടത്. ആ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള പോരാട്ടം തുടരുകയാണ്. അവസാന ശ്വാസം വരെ ഞങ്ങൾ അതിന്റെ പിന്നാലെ ഉണ്ടാവും. അല്ല, ഇക്കാര്യത്തിലേ അതിയായ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ തുടക്കത്തിൽ പലതരത്തിലുള്ള പ്രകോപനം ഉണ്ടായപ്പോഴും ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു നിയമത്തിന്റെ വഴിയിൽ തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇതിൽ യഥാർത്ഥ പ്രതികളെ ഞങ്ങൾ പിടിക്കും. യഥാർത്ഥ പ്രതികൾ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു കണ്ണൂരിലെ ഒരു 10 വർഷക്കാലം പിന്നെ ഒരു MLA കൂടിയായിട്ടുള്ള എനിക്കറിയാം, നിരവധി മനുഷ്യരുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയ കൊലപാതകങ്ങൾ പോലും ഒരു തെളിവുകളുമില്ലാതെ പ്രതികൾ രക്ഷപ്പെട്ടു പോരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നു വെച്ചാൽ യഥാർത്ഥ പ്രതികൾ നമ്മൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ആളുകളല്ല, മറിച്ച് ക്രൂരമായ ആസൂത്രണങ്ങൾ നടത്തുന്ന പാർട്ടിയുടെ നേതാക്കന്മാരാണ്. ഞങ്ങൾ അന്നേ എടുത്ത ഒരു സമീപനമുണ്ട്, കൊന്നവനല്ല കൊല്ലിച്ചവൻ. ഒരുപക്ഷെ ചന്ദ്രശേഖരൻ വധക്കേസും ഷുക്കൂർ വധക്കേസും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അതിന്റെ ഒരു ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചാൽ അതിനുശേഷം കണ്ണൂർ ജില്ലയിലെ ഭീകരമായ കൊലപാതക പരമ്പരകൾ പോലും കുറഞ്ഞു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇവർ കൊടുക്കുന്ന വാടക കൊലയാളികളല്ല, മറിച്ച് തങ്ങൾ തന്നെ കുടുങ്ങുമെന്ന ബോധ്യം പിണറായി വിജയൻ വരെയുള്ള ഉന്നത നേതാക്കന്മാർക്കും പി ജയരാജനെ പോലെയുള്ള ആളുകൾക്കും കാണിച്ചു കൊടുക്കണം എന്ന ഒരു സമര പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ ഇതിലുണ്ടായിരുന്നത്. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ നിയമ പോരാട്ടം തുടരുകയാണ്. നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് പി ജയരാജനും പറഞ്ഞു കഴിഞ്ഞു. പി ജയരാജനും ടി വി രാജേഷും മേൽക്കോടതിയെ സമീപിച്ചാൽ അവിടെയും തങ്ങൾ നിയമപരമായി നേരിടുമെന്നാണ് അരിയിൽ ഷുക്കൂറിന്റെ കുടുംബം പറയുന്നത്. അവസാനിക്കാത്ത നിയമ പോരാട്ടത്തിലേക്കാണ് അരിയിൽ ഷുക്കൂറിന്റെ കുടുംബവും പോകുന്നത്. അവരുടെ ഒരു നിയമ പോരാട്ടമാണ് ഇതുവരെ ഈ കേസ് കൊണ്ടുവന്നെത്തിച്ചത്. മുസ്ലിം ലീഗിന്റെ പിന്തുണയും ഇക്കാര്യത്തിൽ അരിയിൽ ഷുക്കൂറിന്റെ കുടുംബത്തിന് കിട്ടി. പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ കാണുന്നത്. നിയമ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് പി ജയരാജനും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയവരുമായിട്ട് പി ജയരാജനും ടി വി രാജേഷും ആശുപത്രിയിൽ വെച്ച് ഗൂഢാലോചന നടത്തി എന്നാണ് CBIയുടെ കണ്ടെത്തൽ. നേരത്തെ ക്രിമിനൽ ഗൂഢാലോചന ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനെതിരെ അരിയിൽ ഷുക്കൂറിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയും CBI അന്വേഷണത്തിലുള്ള ഉത്തരവ് നേടിയെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് നടത്തിയ CBI അന്വേഷണത്തിലാണ് കുറ്റപത്രത്തിൽ ക്രിമിനൽ ഗൂഢാലോചന പി ജയരാജനും ടി വി രാജേഷിനുമെതിരെ വന്നിരുന്നത്. ഇതിനെതിരായി വിടുതൽ ഹർജികളുമായാണ് CBI കോടതിയെ പി ജയരാജനും ടി വി രാജേഷും സമീപിച്ചത്. പക്ഷേ ഈ വിടുതൽ ഹർജികൾ CBI പ്രത്യേക കോടതി തള്ളിയിരിക്കുകയാണ്. അങ്ങനെ പി ജയരാജനും ടി വി രാജേഷും അരിയിൽ ഷുക്കൂർ വധക്കേസിൽ വിചാരണ നേരിടണം എന്ന ഉത്തരവാണ് ഇപ്പോൾ CBI കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്.
IPC 118 വകുപ്പ് നിലനിൽക്കില്ലെന്നും തുടർന്ന് വിചാരണ നേരിടണമെന്നും വിധി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച് നിയമ പോരാട്ടം തുടരും എന്നാണ് P. ജയരാജൻ പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഇതിൽ അരിയിൽ ഷുക്കൂറിന് വേണ്ടി കോടതിയിൽ ഹാജരായത് ലീഗിന്റെ തന്നെ നേതാവായിരുന്നുവല്ലോ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. മുസ്ലിം ലീഗിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു പൂർണ്ണമായിട്ടും അരിയിൽ ഷുക്കൂറിന്റെ കുടുംബത്തിന്. ഇതിൽ തെളിയിക്കേണ്ടി വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആശുപത്രിയിൽ TV രാജേഷിനും P. ജയരാജനും ഒപ്പമുണ്ടായിരുന്ന 2 CPM പ്രവർത്തകർ, അവർ അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെട്ട സ്ഥലത്തും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഇവർ ആശുപത്രിയിൽ നിന്ന് പോയത്. ഇക്കാര്യമാണല്ലോ, ഇതായിരുന്നുവല്ലോ പ്രധാനമായിട്ടും P. ജയരാജനും TV രാജേഷും എതിർത്തതും. എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിധി നേടിയെടുക്കുവാനായിട്ട് അരിയിൽ ഷുക്കൂറിന്റെ കുടുംബത്തിന് സാധിച്ചത്? അരിയിൽ ഷുക്കൂറിന്റെ ഉമ്മയായ ആത്തിക്കയാണല്ലോ കോടതിയെ സമീപിച്ചത്. എന്തെല്ലാം വാദമുഖങ്ങൾ ഇവർ ഉന്നയിച്ചിരുന്നു? അതിനെ ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ വിധിയിലൂടെ അംഗീകാരം നൽകിയിരിക്കുന്നത് CBI കോടതി? മഞ്ജുഷ, തളിപ്പറമ്പ് ആശുപത്രിയിലെ 315 റൂമിൽ വെച്ച് ഈ അരിയിൽ, അതായത് തളിപ്പറമ്പിൽ മുസ്ലിം ലീഗും CPM-ഉം തമ്മിലുണ്ടായ സംഘർഷ സ്ഥലത്ത് സന്ദർശിക്കാനെത്തിയ ജയരാജന്റെയും TV രാജേഷിന്റെയും വാഹന വ്യൂഹത്തിന് നേരെ കല്ലെറിഞ്ഞു. ലീഗ് പ്രവർത്തകർ കല്ലെറിഞ്ഞു. അതിൽ MSF പ്രവർത്തകനായ അരിയിൽ ഷുക്കൂറും ഉണ്ടായിരുന്നു. തുടർന്ന് 30ഓളം CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അരിയിൽ ഷുക്കൂറിനെ ബന്ധിയാക്കി കരുതൽ തടങ്കലിൽ വെച്ച് വിചാരണ ചെയ്ത് കൊലപ്പെടുത്തി, ക്രൂരമായി കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് കേസ്. ഈ കേസിൽ ഈ ജയരാജന്റെയും TV രാജേഷിന്റെയും നേതൃത്വത്തിലുണ്ടായിരുന്ന ഗൂഢാലോചന, അതാദ്യം ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ ഈ ഗൂഢാലോചന നടന്നില്ല എന്ന്, അല്ലെങ്കിൽ ഗൂഢാലോചനയെ പറ്റി സൂചനയൊന്നുമില്ലാതെയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പക്ഷേ ഗൂഢാലോചന ഉണ്ട്, അതല്ലെങ്കിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ അതുകൂടി ചേർത്ത് വേണം കുറ്റപത്രം സമർപ്പിക്കാനെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പിന്നീട് ആത്തിക്ക ഈ ലീഗ് പ്രവർത്തകനായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുടെ നേതൃത്വത്തിൽ, മുഹമ്മദ് ഷായുടെ സഹായത്തോടെ ഹർജിയിൽ കക്ഷിക്കാരിയാകുന്നത്. അതിനുശേഷമാണ് ഹൈക്കോടതി CBIക്ക് ഈ കേസിന്റെ അന്വേഷണം വിടുന്നതും. CBI കുറ്റപത്രം സമർപ്പിക്കുമ്പോഴാണ് ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്ന് ചൂണ്ടിക്കാട്ടിയും, മാത്രമല്ല ഈ പറഞ്ഞ തളിപ്പറമ്പ് ആശുപത്രിയിൽ വെച്ച് നടന്ന 315 റൂമിൽ വെച്ച് നടന്ന ഗൂഢാലോചനയിൽ P. ജയരാജനും TV രാജേഷും പങ്കെടുത്തു. അതിൽ പങ്കെടുത്ത 2 പേർക്ക് കൊലപാതകവുമായി നേരിട്ട് പങ്കുണ്ട്. ഇതിന് മൊബൈൽ ഫോണിന്റെ കോൾ ഡേറ്റയും അതുപോലെ തന്നെ ടവർ ലൊക്കേഷനും ഒക്കെയാണ് CBI കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. തെളിവ് സഹിതം തന്നെയാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അതേസമയം തങ്ങൾ ഈ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടില്ല, അല്ലെങ്കിൽ അതിൽ തങ്ങൾ പങ്കാളികളായിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറ്റപത്രം റദ്ദാക്കണമെന്നും തങ്ങളെ വിചാരണ കൂടാതെ വിടുതൽ നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു TV രാജേഷും P. ജയരാജനും പ്രത്യേക CBI കോടതിയിൽ ഹർജി നൽകിയത്. അതാണ് ജഡ്ജി P. ശബരിനാഥൻ ഈ ഹർജിയാണ് തള്ളിയിരിക്കുന്നത്. എന്തായാലും ഇരുവർക്കും വിചാരണ നേരിടണം. ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്ന് തന്നെയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 2012 ഫെബ്രുവരി 20-നാണ് അരിയിൽ ഷുക്കൂർ എന്ന MSF പ്രവർത്തകൻ കൊല്ലപ്പെടുന്നത്. അതും ഇത്തരത്തിൽ 30ഓളം വരുന്ന CPM പ്രവർത്തകരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സംഘം കരുതൽ തടങ്കലിൽ വെച്ച് വിചാരണ ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് ഈ കേസിനാസ്പദമായ സംഭവം വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ഈ കേസിൽ വിചാരണ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഇത്തരത്തിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടില്ല, അതല്ലെങ്കിൽ അത് രേഖപ്പെടുത്താതെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. തുടർന്നാണ് അരിയിൽ ഷുക്കൂറിന്റെ കുടുംബം, അമ്മ ആത്തിക്ക ഈ പറഞ്ഞതുപോലെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുടെ സഹായത്തോടെ ഹർജിയിൽ പങ്കാളിയാവുന്നതും ഇതിൽ കേസ് അന്വേഷണം CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെടുന്നതും. തുടർന്നാണ് ഈ കേസ് അന്വേഷണം CBI ഏറ്റെടുക്കുന്നതും ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചേർത്തുകൂടി കുറ്റപത്രം അരിയിൽ ഷുക്കൂറിന്റെ കുടുംബത്തിന്റെ ഒരു വിജയം കൂടിയായി മാറുകയാണ് ഇപ്പോൾ CBI പ്രത്യേക കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഉത്തരവ്. നേരത്തെ ക്രിമിനൽ ഗൂഢാലോചന പോലും കുറ്റപത്രത്തിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഒഴിവാക്കിയിരുന്ന സ്ഥാനത്ത് നിന്നാണ് CBI അന്വേഷണം നേടിയെടുക്കുകയും CBIയുടെ കണ്ടെത്തൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം P. ജയരാജനെതിരെയും TV രാജേഷിനെതിരെയും ചുമത്തിക്കൊണ്ടായിരുന്നു. അതിനെതിരെ വിടുതൽ ഹർജിയുമായി TV രാജേഷും P. ജയരാജനും CBI കോടതിയെ സമീപിച്ചുവെങ്കിലും അവിടെയും നിയമവഴിയിലൂടെ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു അരിയിൽ ഷുക്കൂറിന്റെ കുടുംബം. വിചാരണ നടത്തിയുള്ള ഒരു കൊലപാതകമാണ് അരിയിൽ ഷുക്കൂറിൻ്റേത്.
CPM നേതാക്കളെ തടഞ്ഞു വെച്ചതിനുള്ള പ്രതികാരം എന്ന രീതിയിൽ CPMന്റെ പ്രവർത്തകർ വിചാരണ നടത്തി കൊലപ്പെടുത്തുകയായിരുന്നു അരിയിൽ ഷുക്കൂറിനെ. ഇതിൽ ആശുപത്രിയിലെ 315 നമ്പർ റൂമിൽ വെച്ച് P ജയരാജനും TV രാജേഷും പങ്കാളിയായിട്ടുണ്ട് എന്നാണ് CBIയുടെ കണ്ടെത്തൽ. ഇതിനെതിരെയായിരുന്നു വിടുതൽ ഹർജിയുമായി 2 നേതാക്കളും കോടതിയെ സമീപിച്ചതും. ഇപ്പോൾ കോടതിയിൽ നിന്ന് എതിർവിധിയാണ് CPM നേതാക്കൾക്കെതിരെ ഉണ്ടായിരിക്കുന്നത്.